ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Redmi Note7 അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കംപ്ലീറ്റ് വൈറ്റ് കളറിലുള്ള ഒരു ബോക്സിനകത്താണ് ഫോൺ വരുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ബോക്സിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ചും അതുപോലെ സിം ഇജക്ടറാണുള്ളത്. പിന്നെ അതിൻ്റെ ഒരു മാനുവലും ആണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് Redmi Note7. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ റെഡ്മിയുടെ ഇതുവരെയുള്ള ഫോൺ പോലെയല്ല, നമുക്കൊരു നല്ലൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ബ്ലൂ കളറിലുള്ളൊരു ഗ്രേഡിയൻ ഫിനിഷിങ് കളറാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. നമ്മുടെ അടുത്തുള്ളതൊരു ബ്ലൂ കളറിലുള്ള വേരിയൻ്റ് ആണ്. ബ്ലൂ കളറിലും പിന്നെ അതുപോലെ ബ്ലാക്ക് റെഡ് കളറിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ 3GB 32GB ഒരു വേരിയൻറ്റും 4GB 64GB ഇങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് ഇത് മാർക്കറ്റിലുള്ളത്. നമ്മുടെ അടുത്തുള്ളത് 4GB 64GB ആണ്. പിന്നെ ഇതിന് താഴെ ഭാഗത്ത് USB Type-C ചാർജിങ് പോർട്ടാണ്, അതുപോലെ സ്പീക്കർ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് പവർ ബട്ടൺ, അതുപോലെ വോളിയം കൺട്രോളിങ്. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഹെഡ്സെറ്റ്, അതുപോലെ IR ബ്ലാസ്റ്റർ. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ സിം ഇടാനായിട്ടുള്ള പോർട്ട് ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെയും പിന്നെ അതുപോലെ 2 മെഗാപിക്സലിൻ്റെയും രണ്ട് ക്യാമറകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഡുവൽ ക്യാം സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ്. സെൽഫി ക്യാമറ വരുന്നത് 13 മെഗാപിക്സലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലെടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നോക്കാം.